അങ്ങനെ തേജപ്പന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി തളിച്ച് ഒതുക്കാന്നുള്ള പ്ലാനിലായിട്ട് പോണത്. അപ്പൊ പോണത് പട്ടാമ്പിക്കാണ്. നാളെ നമ്മുടെ ഇവിടുത്തെ പൂരാണ് കേട്ടോ, വെള്ളരിക്കുന്ന് പൂരാണ് വിൻഷാന്റെ നാട്ടിൽ. അപ്പൊ ഇതാണ് കേട്ടോ അമ്പലം. നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ് പോവുക. അപ്പോൾ അവിടെ പണി നടക്കണ കാരണം വേറെ റൂട്ടൊക്കെയാണ് കേട്ടോ ബസ് പോണത് പട്ടാമ്പിക്ക്. അപ്പൊ ഒരുപാട് നേരം നിന്നിട്ടാണ് നമ്മൾ പട്ടാമ്പി എത്തിയത്. അങ്ങനെ സ്റ്റാൻഡിലെത്തി ഞങ്ങളത് വിൻഷാട്ടിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വിൻഷാന്റെ ഹെയർ കട്ടിയിലൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വിൻഷാന്റെ വെട്ടണ നേരത്തെ നമ്മൾ നിന്ന് ബോറടിക്കില്ലെന്ന് വിചാരിച്ച് കഴിഞ്ഞ പാടെ അത് കയറിയ പാടെ നമ്മളെ വിളിക്കാട്ടാ ചെയ്ത്. അപ്പൊ ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി ഇവിടെ എത്തി. തുടക്കത്തിലൊക്കെ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരിക്കെങ്കിലും പകുതി ആകുമ്പോഴേക്കും തേജുവിന് ക്ഷമ കേടുട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആക്കി എവിടെ ഇരുന്നിട്ടില്ല. പക്ഷെ ഈ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. ഈ പയ്യൻ നല്ല കമ്പനി അടിച്ച് ഇവനെ വന്നപ്പോൾ തന്നെ കിണിങ്ങിച്ചിട്ട് ഇരിക്കണത് കേട്ടോ. പിന്നെ ഞാനും വിൻഷാട്ടിനും കുറച്ച് നേരം പോസ്റ്റ് ആടുന്നു അവന്റെ കട്ട് ചെയ്യണ വരെ. അതിനിടയ്ക്ക് വിൻഷാട്ട് അതേ പുതിയ പ്ലാൻ ഇടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് വിൻഷാട്ടിന് ഹെയർ ഒന്ന് കളർ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാ കൊല്ലം പൂരത്തിന്റെ സമയത്ത് വിൻഷാട്ടൻ കളർ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അതേ കോഴിക്കുട്ടിക്ക് മുടി കെട്ടി കൊടുത്ത പോലെ അത് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഹെയർ ഇങ്ങനെ പാർട്ടാക്കി മാറ്റിയിട്ട് ഇതേ ഇപ്പൊ കളറിങ് തുടങ്ങി. എനിക്കാണെങ്കിൽ പനിയില്ല, പക്ഷെ മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മൂഡ് ഒന്നിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കായിരുന്നു. ഒരു സൈഡ് നോക്കി അച്ഛന്റെ മേക്ക് ഓവറും മറ്റേ സൈഡ് നോക്കിയ മോന്റെ മേക്ക് ഓവറും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെ തേജപ്പനെ സുന്ദരനാക്കി വെട്ടി തളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് മുടി വളർന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവന്റെ. അങ്ങനെ കുട്ടിയുടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഷർട്ടിന് കളർ അടിച്ചിട്ട് 3/4 മണിക്കൂറോളം ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളൊരു 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും എനിക്കും തേജുവിനും തുടങ്ങി. ഞങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ദിമ്മിലിട്ടിട്ട് ഇങ്ങനെ കറക്കി കളിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവനെ കറക്കി കൊടുത്തപ്പോൾ അവൻ പറയുന്നത് ഇനി ഞാൻ അമ്മേനെ കറക്കി തരാം, അമ്മ ഇരിക്കുന്നു പറഞ്ഞു കേട്ടോ. അപ്പൊ അവന് കറക്കാൻ വെയ്ക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്നത്. പക്ഷെ എന്റെ കുട്ടി സിമ്പിളായിട്ട് കറക്കി. അപ്പൊ ഇതാവണ നേരം കൊണ്ട് നാളെ വാലന്റൈൻസ് ഡേ അല്ല, എനിക്കൊരു ഡ്രസ്സൊക്കെ എന്തെങ്കിലും വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടാണ് വിൻഷാട്ടനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കളർ ചെയ്യണ സാധനം വെച്ചിട്ട് പുറത്തുകൂടെ നടക്കാൻ പറ്റില്ല. അതിനാണ് ആ ഒരു ക്യാപ്പ് പോലെ ഇത് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിയിൽ ഏതൊരു കടയിലായിട്ട് കയറിയത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓവർ വർക്ക് പോലെ തോന്നിയിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ബ്ലാക്കും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി, വൈറ്റും എല്ലാതും ഇഷ്ടമായി. പക്ഷെ കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഇതായിരുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചത് XXL XXL സൈസ് ആയിരുന്നു. അല്ല XXL. അതുകൊണ്ട് ഭയങ്കര ലൂസ്, ഷോൾഡറൊക്കെ നല്ല ഇറങ്ങി കിടക്കായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു കളർ എൻ്റെ ഉണ്ട് ഓൾറെഡി. അപ്പം ഞാൻ അത് എടുത്തില്ല. പിന്നെ എനിക്ക് വൈറ്റും കുറച്ച് ഇഷ്ടമായിട്ടോ. എന്നിട്ട് ഞാൻ വേറൊരു ഐറ്റം എടുത്തിട്ടാണ് വരേണ്ടത്. ഞാൻ പൂരം വ്ളോഗിൽ ആഡ് ചെയ്യാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ പാർലറിലേക്ക് കയറിയിട്ട്. അപ്പോൾ വിൻഷാട്ടിന് ഭയങ്കര നാണം, എങ്ങനെയാണ് ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ വരിക എന്നറിയില്ലല്ലോ. അങ്ങനെ ഈ ഒരു കളറാണ് തൊട്ട് വിൻഷാട്ടിന്റെ തലയിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്താ പറയുക, ഒരു കുഞ്ഞി കോഴിക്കുട്ടിയുടെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ കുറച്ച് ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് കയറിയിട്ടോ. എന്നിട്ട് എന്തോ 2 ടൈപ്പ് ഷേക്കോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ തേജു കടിച്ച് വലിക്കുന്ന കണ്ടില്ല, അതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എങ്ങടാ നമുക്ക് തേജപ്പൻ്റെ ഡ്രസ്സും കൂടി എടുക്കണം. അപ്പോൾ അവനൊരു ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ പ്രീതി ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ടോ. പ്രീതി ചേച്ചി എനിക്ക് സോഫയുടെ കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ. അങ്ങനെ പ്രീതി ചേച്ചിയുടെ സോഫയുടെ കവറും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.